ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ലാബ് ക്ലൗഡ് ഐആം കിക്കിസ്റ്റാർട്ട്. നമുക്ക് ലാബ് ആരംഭിക്കാം. ആദ്യമായി ലാബ് സ്റ്റാർട്ട് ചെയ്യുക, ശേഷം ഓപ്പൺ ഗൂഗിൾ കൺസോൾ ഇന്നോമിറ്റോ വിൻഡോ. അതിനുശേഷം നൽകിയിരിക്കുന്ന യൂസർ നെയിം 1 ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യൂ. അതിനുശേഷം ക്ലൗഡ് സ്റ്റോറേജ് എന്ന് സെർച്ച് ചെയ്യൂ. ഇപ്പോൾ തുറന്നുവരുന്ന വിൻഡോയിൽ ക്രിയേറ്റ് ബക്കറ്റ് കൊടുക്കൂ. ഞാൻ ചെയ്തത് പണ്ട് ഉണ്ടാക്കിയ ഒരെണ്ണം ഡിലീറ്റ് ചെയ്തതാണ്. നിങ്ങൾ ആദ്യമായി ചെയ്യുന്നതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മുന്നേ തുറന്ന ക്രിയേറ്റ് ബക്കറ്റ് ലിങ്ക് എടുക്കുക, ശേഷം പ്രൊജക്റ്റ് പേര് അവിടെ പ്രൊജക്റ്റ് ഐഡി നൽകൂ. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക, കൺഫേം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബക്കറ്റ് ജനറേറ്റ് ആയിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങളുടെ നോട്ട്പാഡ് എടുക്കുക, എന്നിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ഫയൽ സാമ്പിൾ എന്ന പേരിട്ട എവിടെയെങ്കിലും സേവ് ചെയ്യുക, എന്നിട്ട് ശേഷം അപ്ലോഡ് ഞെക്കി അത് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ടാസ്ക് ചെക്ക് ചെയ്യൂ. അതിനുശേഷം ടാസ്ക് 3. അതിനായി നാവിഗേഷൻ എടുക്കുക, ക്ലൗഡ് സ്റ്റോറേജ് എടുക്കുക, ഐആം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്റ്റുഡന്റ് സമാനമായ പേരുള്ളത് അതിൽ ഫൈൻഡ് ചെയ്യുക, എന്നിട്ട് പെൻസിൽ ബട്ടൺ അമർത്തുക, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യുക, സേവ് ചെയ്യുക, എന്നിട്ട് കൊടുക്കുക. അതിനുശേഷം ടാസ്ക് 4. ഇതിനായി ഗ്രാൻഡ് ആക്സസ് നൽകുക. യൂസർ ന്യൂ പ്രിൻസിപ്പൽ അവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം അസൈൻ റോൾസ് ഗോൾ ഡൗൺ ചെയ്യുക. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് എഴുതി വരിക. അതിൽ സ്റ്റോറേജ് ഒബ്ജക്റ്റ് യുവർ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുക, ശേഷം സേവ് ചെയ്യുക. ഇതിനുശേഷം ടാസ്ക് ചെക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ലാബ് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാകും. വീഡിയോ കാണുന്നതിന് നന്ദി. താങ്ക് യു.